മുനമ്പം ഭൂമി തർക്കത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ, പ്രദേശവാസികൾ ഉറപ്പിക്കാൻ ശക്തമായി ഇടപെടണമെന്നും വഖഫ് ബോർഡുമായും ഫറൂഖ് കോളേജുമായും സർക്കാർ ചർച്ച നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 31-ന് മുൻപ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് CN രാമചന്ദ്രൻ നായർ പറയുന്നു. ഗവൺമെന്റ് മുനമ്പംകാരെ സംരക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും ഒക്കെ കേസ് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് വിധി വന്ന് മുനമ്പംകാരെ പുറത്താക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ വന്നാൽ ഗവൺമെന്റ് ഏത് രീതിയിലും എങ്ങനെയും അവരെ സംരക്ഷിക്കണമെന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. ഗവൺമെന്റിനെ ചെയ്യാവുന്നത് ഗവൺമെന്റ് ലഭ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം. വഖഫ് ബോർഡും ഫറൂഖ് കോളേജും ഒക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഗവൺമെന്റ് ശ്രമിക്കണം എന്നാണ് പറയണേ. അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അന്തിമമായിട്ട് അധികാരം ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അത്. അൾട്ടിമേറ്റ് സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ. രമ്യമായിട്ട് പരിഹരിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് ഏറ്റെടുക്കാനുള്ള അധികാരം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഗവൺമെന്റിന് റവന്യൂ മുനമ്പത്തെ താമസക്കാരെ പുനരധിവസിപ്പിക്കുക എളുപ്പമല്ല, സാധിക്കുകയല്ല. അവരെ അവിടെ തന്നെ നിലനിർത്തണം. ഒരു രീതിയിൽ അവരെ അവിടുത്തെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരരുതെന്നാണ് ശുപാർശ. അമൽ സുരേന്ദ്രൻ, ഏതെങ്കിലും തരത്തിൽ പാർലമെന്റിൽ നടത്തിയ വഖഫ് ഭേദഗതി കൊണ്ട് മുനമ്പത്തെ ആൾക്കാർക്ക് പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് നേരത്തെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതങ്ങനെ തന്നെയാണ് താനും. കോടതിയിലും ട്രിബ്യൂണലിലൊക്കെ ആ കേസ് അങ്ങേയറ്റം കുഴഞ്ഞു മറിഞ്ഞ് സങ്കീർണാവസ്ഥയിൽ വല്ലാത്ത രീതിയിൽ കിടക്കുകയാണെങ്കിലും സർക്കാരിന് ചെയ്യാനുണ്ട്, സർക്കാർ ഇടപെട്ടാൽ പരിഹാരമുണ്ട് എന്ന് തന്നെയല്ലേ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് അമൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും 70 പേജുള്ള ഈ കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം 31-ന് മുൻപായിട്ട് സർക്കാരിന്, അതും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നമ്മളോട് ഇന്ന് പറഞ്ഞത്. ഏതായാലും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ മുനമ്പത്തെ ജനതയുടെ റവന്യൂ അധികാരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് മുനമ്പത്തെ ജനതയെ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കിവിടുന്ന നടപടികൾ ഉണ്ടാവരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാർ ഈ ഒരു ഭൂമി ഏറ്റെടുക്കുകയും ഇത് പിന്നീട് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ നൽകുന്ന സാഹചര്യവും ഉണ്ടാകണം എന്നാണ്, അതിനുള്ള അധികാരങ്ങൾ സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും നമുക്ക് അറിയാവുന്നതാണ്, വളരെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം പോലുമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർലമെന്റിലടക്കം ഭേദഗതി ബില്ലുകൾ വരുന്ന സാഹചര്യമുണ്ടായി. ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയപരമായി തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് നിർണായകമായ ശുപാർശകളുമായിട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇത്തരം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഇതിന്മേൽ സർക്കാരിൻ്റെ ഒരു നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതായത് ഈ ഒരു വിഷയം, അതായത് വഖഫ് ബോർഡിൻ്റെ ഈ മുനമ്പത്തെ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അങ്ങേയറ്റം ആശയക്കുഴപ്പങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വഖഫ് ട്രൈബ്യൂണലിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നാൽ പോലും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡ് സർക്കാരിന് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. അമൽ, എന്താണ് അത്? പക്ഷേ പറയുന്നത് എക്സ്ട്രീം കണ്ടീഷനിൽ അത് വഖഫ് ബോർഡിന് അനുകൂലമായ വിധി വന്നാൽ എന്ന് പറയുകയാണ്. പക്ഷേ അത്രത്തോളം പോകുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഇത്തരത്തിൽ നെഗോസിയേഷൻ ഒക്കെ നടത്തണം എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാരിന് ആവശ്യത്തിൽ ഇടപെടാൻ കഴിയും എന്ന് തന്നെയാണ് കമ്മീഷൻ പറയുന്നത്.